ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ മിഡ് ടേം എക്സാം അഥവാ ഫസ്റ്റ് ടൈം എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അരുതുകളുടെ ഉള്ളിൽ തളച്ചിടേണ്ടതല്ല സ്ത്രീ ജീവിതങ്ങൾ. ഈ കാഴ്ചപ്പാടിനെ വിമർശനാത്മകമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അടുക്കള എന്ന ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. വീട്ടിലെ അടുക്കളുടെ ആരുടേത്? ഈ ചോദ്യം തലമുറകളായി കൈമാറിയിട്ടും ഇതുവരെ ഉത്തരം ലഭ്യമായില്ല. അടുക്കള സ്ത്രീകളുടെ മാത്രമാണ് എന്ന തത്വത്തിൽ നിലനിന്നുകൊണ്ട് കാലങ്ങൾ കടന്നുപോയി. അതിനാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. അടുക്കളയിൽ മാത്രം ജീവിതം തീർക്കേണ്ടവരല്ല സ്ത്രീകളെന്നും സമൂഹം എന്ത് അരുത് പറയുന്നവോ അത് ചെയ്ത് കാണിക്കുകയും ചെയ്യുകയാണ് ആധുനിക സമൂഹത്തിലെ സ്ത്രീകൾ. പുരുഷന്മാർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏറിയ പങ്കും തനിക്കും ചെയ്യാൻ സാധിക്കും എന്നതിന് തെളിവാണ് ഓരോ മേഖലയിലും സ്ത്രീകൾ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നത്. അടുക്കള സ്ത്രീകളുടെ മാത്രം പണിപ്പുരയല്ലെന്നും എല്ലാ ജോലികളിലും തുല്യ പങ്കാളിത്തം ഉറപ്പാക്കി മുന്നോട്ടു പോകണമെന്നും പുതിയ തലമുറ മനസ്സിലാക്കുന്നു. പരസ്പര ആശ്രയത്വം എന്ന അടിസ്ഥാന ചിന്ത സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും എല്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിവില്ല എന്ന മുദ്രകുത്തൽ സമൂഹത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടിരിക്കുന്നു. പ്രാചീന കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളും ദുരാചാരങ്ങളും സ്ത്രീകളെ അരുതുകളിൽ തറച്ചിട്ടിരുന്നു. എന്നാൽ കാലം മുന്നോട്ട് കുതിക്കുമ്പോൾ ചിന്താഗതികളിലും പ്രവർത്തനങ്ങളിലും സ്ത്രീകളിലും ഒരു പടി മുന്നിൽ തന്നെയാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള ചിത്രങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളും എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചട്ടിപ്പത്തിരി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഭക്ഷണം, വിശപ്പ് ഇവ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളും വികാരങ്ങളുമാണ്. വിശപ്പ് പ്രമേയമായി വരുന്ന ഒരു കഥയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു മാതൃക നോക്കാം. സ്കൂളിൽ പോയാൽ കിട്ടുന്ന ഉപ്പുമാവിന്റെ രുചിയുടെ ബലത്തിൽ ക്ലാസ്സിൽ തളർന്നിരിക്കുന്ന കുട്ടിയും അവന്റെ വിശപ്പുകൾക്ക് മേൽ നിർദ്ദയം അശ്രദ്ധരാകുന്ന സമൂഹവും ചേർന്നൊരുക്കുന്ന ഒരിക്കലും പാവാത്ത സങ്കട വൃത്തമാണ് റ എന്ന കോവിലന്റെ കഥ. ബാജി എന്ന കുട്ടിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. എപ്പോഴാണ് ബെല്ലടിക്കുക എന്ന വെമ്പലിൽ ബെഞ്ചിനു താഴെ റാപ്പോലെ കമിഴ്ന്ന് കിടക്കുകയാണ് ബാജിയുടെ കുഞ്ഞിച്ചട്ടി. വിശപ്പിന്റെ ആധിക്യത്തിൽ റാ പോലെ വിയർത്തു വളയുന്ന തലകറങ്ങിപ്പോകുന്ന ബാജിയെ ശ്രദ്ധിക്കാൻ ടീച്ചർക്കായില്ല. ഓഫീസിൽ റവയും പാൽപ്പൊടിയും ഉണ്ടായിട്ടും വിറകില്ലാത്തത് മൂലം ഉപ്പുമാവ് ഉണ്ടാക്കാത്ത അധികൃതർ മനസ്സിലാക്കിയിരുന്നില്ല ബാജിയുടെ വിശപ്പ്. അവന്റെ വയറ്റിലാളുന്ന വിശപ്പ് ഒരു ഇന്ധനം തന്നെയാണെന്ന് കോവിലൻ പറയുന്നു. ഈ ചട്ടി അവന്റെ ആദ്യ പാഠമാകുന്നു. ഒരു റായുടെ ഉള്ളിൽ ജീവിതം തുടങ്ങുന്നു, അതേ റായ്ക്കുള്ളിൽ അവന്റെ ജീവിതം അവസാനിക്കുന്നു. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക? യെസ്, ഇതുപോലൊരു ഏതെങ്കിലും ഒരു വിശപ്പും അതുപോലെ ഭക്ഷണം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളും വികാരങ്ങളും വിശപ്പ് പ്രമേയമാക്കി വരുന്ന ഏതെങ്കിലും ഒരു കഥയെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും കുറിപ്പ് തയ്യാറാക്കുക. ദ നെക്സ്റ്റ് കൊയക്കട്ട എന്ന ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ നഗരവൽക്കരണത്തിലൂടെ മുന്നേറുന്ന ഉപഭോക്തൃ സമൂഹത്തിന് പ്രകൃതിയോടുള്ള സ്നേഹം, കടപ്പാട്, പ്രകൃതി വിഭവങ്ങൾ നഷ്ടപ്പെടുത്തൽ എന്നിവ എത്രത്തോളം സംഭവിച്ചിരിക്കുന്നു? കുറിപ്പ് എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ലോകം മുന്നോട്ട് കുതിക്കുന്നു. വയലുകൾ നികത്തി മനുഷ്യർ നഗരങ്ങൾ പണിതു. നഗരത്തിന്റെ തീപാറുന്ന വിഭവങ്ങൾ വിളമ്പുന്ന വൻ മാളുകളും സൂപ്പർ മാർക്കറ്റുകളും കൊണ്ട് അവിടെല്ലാം നിറഞ്ഞിരിക്കുന്നു. കൃത്രിമ നിർമ്മിത ബുദ്ധികൾ ലോകം കീഴ് അടക്കി വാഴുമ്പോൾ പ്രകൃതിയുടെ താളമോ ഗന്ധമോ രുചിയോ ഒന്നും സംസ്കാരത്തിന് വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല. ഇന്ന് പ്രകൃതിയെ മറന്ന് അന്ധമായ നഗരവൽക്കരണത്തിലൂടെ മനുഷ്യനെയും പ്രകൃതിയെയും മറന്നിരിക്കുന്നു. വനനശീകരണം, മണൽവാരൽ എന്നിങ്ങനെ പ്രകൃതി വിഭവങ്ങൾ നശിപ്പിക്കുന്ന മനുഷ്യന് നാളെ എന്ത് എന്നത് സാങ്കല്പികം മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, ഇതുപോലെ ഒരു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ എന്ത് ചെയ്യുക? ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.